ബോളിവുഡിലെ സൂപ്പർ താരമാണ് സൽമാൻ ഖാൻ. അച്ഛൻ സലീം ഖാൻ ബോളിവുഡിലെ മഹാനായ തിരക്കഥാകൃത്താണ്. ആ പാതയിലൂടെയാണ് സൽമാൻ ഖാൻ സിനിമയിലെത്തുന്നത്. അധിക നാൾ വേണ്ടി വരുന്നില്ല സൽമാൻ ഖാന് ബോളിവുഡിലെ മുൻനിര താരമായി വളരാൻ. ഇന്ന് ബോളിവുഡിൽ പകരക്കാരില്ലാത്ത താരമാണ് സൽമാൻ ഖാൻ. ഇന്നും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കായി ആരാധകർ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. ആരാധകരുടെയും ബോളിവുഡിൻ്റെയും ഭായ്ജാൻ ആണ് സൽമാൻ. അതേസമയം സൽമാൻ ഖാന്റെ ഓഫ് സ്ക്രീനിൽ ജീവിതം എന്നും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. സൽമാൻ ഖാൻ പ്രണയങ്ങളും പ്രണയ തകർച്ചകളും മുതൽ കൊലപാതക കേസ് വരെ ബോളിവുഡ് എന്നും ചർച്ച ചെയ്യുന്ന വിവാദങ്ങളായുണ്ട്. സൽമാന്റെ പ്രണയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയതായിരുന്നു ഐശ്വര്യ റായുമായുള്ള പ്രണയം. ബോളിവുഡിലെ പരസ്യമായ പ്രണയമായിരുന്നു സൽമാന്റെയും ഐശ്വര്യയുടെയും. ഇരുവരും തങ്ങളുടെ കരിയറിന്റെ തുടക്കകാലത്തുമായിരുന്നു. ഇരുവരും വിവാഹം കഴിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും ധാരണ. എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും പിരിയുകയായിരുന്നു. നാളിതുവരെ ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായിരുന്നു ഐശ്വര്യയുടെയും സൽമാന്റെയും പ്രണയ തകർച്ച. സൽമാൻ ഖാൻ തന്നെ സ്ഥിരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുമായിരുന്നു എന്നായിരുന്നു ഐശ്വര്യയുടെ ആരോപണം. സൽമാൻ ഖാൻ തന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയായിരുന്നുവെന്നും ഐശ്വര്യ ആരോപിച്ചു. ഐശ്വര്യ പ്രണയബന്ധം തീരുമാനിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ മടിച്ച സൽമാൻ ഖാൻ തുടർന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ വലിയ വാർത്തയായിരുന്നു. എന്നാൽ പരസ്യമായി തന്റെ പ്രണയത്തെക്കുറിച്ചോ പ്രണയ തകർച്ചയെക്കുറിച്ചോ സംസാരിക്കാൻ സൽമാൻ ഖാൻ തയ്യാറായിട്ടില്ല. ഒരിക്കലൊരു അഭിമുഖത്തിൽ അദ്ദേഹം പക്ഷേ പരോക്ഷമായി ഐശ്വര്യയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഐശ്വര്യ തന്റെ സുഹൃത്തായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അല്ലെന്നുമാണ് അന്ന് സൽമാൻ ഖാൻ പറഞ്ഞത്. അതേസമയം ഐശ്വര്യ താൻ തല്ലിയെന്ന ആരോപണം സൽമാൻ ഖാൻ നിരസിക്കുകയായിരുന്നു ചെയ്തത്. താൻ ആരെങ്കിലും ശരിക്കും തല്ലിയിട്ടുണ്ടെങ്കിൽ അവ രക്ഷപ്പെട്ടില്ലായിരുന്നു എന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞത്. ഐശ്വര്യ തനിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും കെട്ടിപ്പടുത്തതാണെന്നും സൽമാൻ ഖാൻ പറഞ്ഞിരുന്നു. അതേസമയം സൽമാൻ ഖാനെതിരെ ഐശ്വര്യ റായ് പോലീസിൽ ഗാർഹിക പീഡനത്തിന് പരാതി നൽകുകയും അടക്കം ചെയ്തിരുന്നു. ഒപ്പം താൻ ഇനി ഒരിക്കലും സൽമാൻ ഖാനൊപ്പം അഭിനയിക്കില്ലെന്നും ഐശ്വര്യ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ സൽമാൻ ഖാന്റെയും ഐശ്വര്യയുടെയും വഴികൾ കൂട്ടിമുട്ടിയിട്ടില്ല. ടൈഗർ 3 ആണ് സൽമാൻ ഖാന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പക്ഷേ വലിയ പ്രതീക്ഷയോടെ വന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാൻ സാധിച്ചിരുന്നില്ല. കുറച്ചു നാളുകളായി തുടർ പരാജയങ്ങളിലൂടെയാണ് സൽമാൻ ഖാൻ കടന്നു പോകുന്നത്. അതേസമയം പൊന്നിയിൻ സെൽവൻ 2 ആണ് ഐശ്വര്യയുടെ ഒടുവിലിറങ്ങിയ സിനിമ. ചിത്രം മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഐശ്വര്യയും ഭർത്താവ് അഭിഷേക് ബച്ചനും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബച്ചൻ കുടുംബവുമായി ഐശ്വര്യ അകന്നിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.